ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തമ്മിൽ അതുപോലെ തന്നെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഷർട്ട് ഹോളാണ്. അതും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഷർട്ട്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതിനു മുന്നും നമ്മൾ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുർത്ത സെറ്റ് ഹോളും അതുപോലെ തന്നെ അജിയോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ അജിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ഷർട്ട്സും അതുപോലെ തന്നെ ടോപ്സും ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കാണാത്തവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം. ഇതിൽ കാണിക്കുന്ന എല്ലാ ഷർട്ട്സിനും 200-ന് താഴെയാണ് റേറ്റ് വരുന്നത്. ഞാൻ വാങ്ങിക്കുമ്പോൾ 200-ന് മുകളിലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് നോക്കുമ്പോൾ എല്ലാം 200-ന് താഴെയാണ് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഷർട്ട് നോക്കാം. ഫസ്റ്റത്തെ ഷർട്ട് വന്നിട്ട് ഒരു ക്രോപ്പ് ഷർട്ടാണ് കേട്ടോ. പലരും കണ്ടിട്ടുണ്ടാവും ഇത് മീഷോയിൽ. സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് ഷർട്ട് വന്നിട്ടുള്ളത്. ഒരു ക്രോപ്പ് ഷർട്ടാണ്, ചെക്ക് ക്രോപ്പ് ഷർട്ടാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വന്നിട്ടുള്ള ക്രോപ്പ് ഷർട്ടാണ്. ഇത് ഫുൾ സ്ലീവ് ആണ്. ജസ്റ്റ് 124 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. കോട്ടൺ ബ്ലെൻഡഡ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡഡ് ആണ്. ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ അത്ര ലെങ്ത് ഉണ്ടാവില്ല, ചെറിയ ടോപ്സ് ആണ്. അപ്പം ഇത്രേ ഇതിൻ്റെ ലെങ്ത് വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ? പിന്നെ താഴെ ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്, അപ്പുറം ഇപ്പുറത്തുമായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് ഷർട്ട് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളാണ്. ഒരുപാട് നാളായി യൂസ് ചെയ്യുന്നു. കളർ ഫെയ്ഡായി പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം കേട്ടോ. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ഷർട്ടാണ്. ഞാനിത് ഒരുപാട് കാലമായി യൂസ് ചെയ്യുന്നത്. ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ ഇതായിരിക്കും ഫസ്റ്റ് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ ക്രീപ്പാണ് വന്നിട്ടുള്ളത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ഷർട്ട് തന്നെയാണ് കേട്ടോ. ഒരു നമ്മളെ നീ ലെങ്ത് വരെ ഉണ്ടാവും. നമ്മുടെ ഒരു മുട്ടിൻ്റെ മുകളിലായിരിക്കും ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പാണ്. പിന്നെ ഫുൾ സ്ലീവ് ആണ്. അതുപോലെ തന്നെ സ്ലീവ് എലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. ഒരു ആനിമൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്. മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ്. ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. മീഡിയം ആണ് സൈസ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് സെക്കൻഡ് ഷർട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു ആനിമൽ പ്രിന്റ് വന്നിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഇതും അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 ആണ് കേട്ടോ. 200-ൻ്റെ താഴെയായിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടാവുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനൊരു ബെൽറ്റ് വരുന്നുണ്ട്, പക്ഷേ അത് കുറേ കാലമായാലും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഇതാണ് സെക്കൻഡ് വൺ. അതിന് നമുക്ക് തേർഡ് വൺ നോക്കാം കേട്ടോ. ഇതാണ് തേർഡ് വൺ. ഒരു ഹേർട്ട് പ്രിന്റ് വന്നിട്ടുള്ള ഷർട്ടാണ്. ഇതും അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഇല്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉണ്ട് ഇതിന്. സാധാ ഷർട്ടിനെ അപേക്ഷിച്ച് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് ആണ്. പിന്നെ ഇതിൻ്റെയും മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രേപ്പാണ് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഹാർട്ട് പ്രിന്റ് വന്നിട്ടുള്ള വൈറ്റിൽ നല്ലൊരു റെഡ് ഹാർട്ട് വന്നിട്ടുള്ള ഷർട്ടാണ്. പിന്നെ ഇത് ഫുൾ സ്ലീവ് ആണ്. അതുപോലെ തന്നെ ക്രേപ്പ് മെറ്റീരിയൽ ആണ്. സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിക്കുമ്പോൾ 200 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 280 മറ്റോ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധികം ലാഗ് എടുപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കണ്ടു കേട്ടോ. ഇനി നമുക്ക് ഫോർത്ത് ഷർട്ട് നോക്കാം. ഫോർത്ത് വൺ നോക്കാം. ഇത് ഫസ്റ്റിൽ കാണിച്ച ഷർട്ട് പോലെ തന്നെയാണ്. ചെക്ക് ഷർട്ടാണ് കേട്ടോ. പിന്നെ ഒരു കുറച്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിന് കുറച്ച് ലെങ്ത്ത് ഉള്ള ഷർട്ടാണ്. ആദ്യം കാണിച്ചത് ക്രോപ്പ് ഷർട്ട് അല്ലേ. ഇത് കുറച്ച് ലെങ്ത്ത് വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് പോലത്തെ ഷർട്ടാണ് കേട്ടോ. ചെക്ക് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ചെക്ക് ഷർട്ടാണ്. പിന്നെ ഫുൾ സ്ലീവ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. പിന്നെ സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ലാർജ് ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലെങ്ത് നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഷർട്ടാണ്. നല്ല കോട്ടൺ ആയിക്കൊണ്ട് തന്നെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 168 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഞാൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. ഇപ്പം റേറ്റ് കുറഞ്ഞു കേട്ടോ. എല്ലാത്തിനും റേറ്റ് കുറഞ്ഞു. അപ്പം ഇതാണ് ഫോർത്ത് വൺ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫിഫ്ത്ത് വൺ നോക്കാം കേട്ടോ. ഇതാണ് ഫിഫ്ത്ത് വൺ വന്നിട്ടുള്ളത്. ഒരു ക്ലാസിക് ആയിട്ടുള്ള ഗ്ലാമറസ് ഷർട്ടാണ്. നോർമൽ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അധികം ഒരു ഇത് തോന്നിക്കാത്ത നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. കോട്ടൺ ബ്ലെൻഡഡ് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. ബട്ടൺസ് വൈറ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്.
ഒരു പേർപ്പിൾ കളർ നോർമൽ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫുൾ സ്ലീവ് ആണ്, സാധാ കോളറാണ്. പിന്നെ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് 143 റുപ്പീസ് ആണ്. അപ്പം ഇതാണ് 5th വൺ. ഇനി നമുക്ക് 6th വൺ നോക്കാം. ടോട്ടൽ 7 ഷർട്ട്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഈ സെയിം മെറ്റീരിയൽ സെയിം ഷർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു യെല്ലോ ഷർട്ടാണ്. ഇത് ഞാൻ മുന്നേ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു അൺബോക്സിങ് വീഡിയോ പോലെ. അപ്പം ഇതാണ് 6th വൺ വന്നിട്ട്. ഇതിലും വൈറ്റ് എന്താ പറയുക ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ്, സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ, കോട്ടൺ ബ്ലെൻഡഡ് തന്നെയാണ്. പിന്നെ സൈസ് എടുത്തിട്ടുള്ളത് ലാർജ് തന്നെയാണ് കേട്ടോ. കുറച്ചൊരു സീ ത്രൂ ടൈപ്പ് ആണ്, പക്ഷേ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഇന്നർ ഇട്ടിട്ട് ഇടുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇന്നർ തന്നെ ഇട്ടിട്ട് ഇടുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഇതാണ് എത്രാമത്തെ 6th ഷർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഷർട്ട് നോക്കാം. ഇതേ സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഷർട്ട് തന്നെയാണ്, ഇതേ ഒരു മെറ്റീരിയൽ തന്നെയാണ്, കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് ഷർട്ടാണ്. എനിക്കങ്ങനെ ബ്ലാക്ക് ഷർട്ട്സ് ഇല്ല, അതുകൊണ്ടാണ് ബ്ലാക്ക് ഷർട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ബ്ലാക്ക് ബട്ടൺസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ കാഷ്വൽ വെയർ ഷർട്ടാണ് കേട്ടോ, കണ്ടില്ലേ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡിനാണ്. പിന്നെ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ് കേട്ടോ. ഇത് കുറച്ച് വലിയ ഷർട്ടാണ്, കണ്ടില്ലേ. അപ്പം ഇതാണ് ലാസ്റ്റത്തെ ഷർട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് 138 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കുമ്പം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി, കാരണം ജസ്റ്റ് 138 റുപ്പീസേ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ. ഭയങ്കര ഓഫറിലാണ് ഇപ്പം മീഷോയിൽ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് 138 റുപ്പീസാണ്. പിന്നെ ഈ യെല്ലോ ഷർട്ടിൻ്റെ 178 ആണ് കേട്ടോ. ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് മീഷോയിൽ. അപ്പം വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്യുക. ഞാൻ വാങ്ങിക്കുമ്പോൾ 200-നുള്ളിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പം നല്ലോണം റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുക. അടിപൊളി ഷർട്ടാണ് കേട്ടോ. ഈ 3ഉം അടിപൊളിയാണ്. എല്ലാം കാണിച്ചതെല്ലാം അടിപൊളി തന്നെയാണ്, പക്ഷേ ഇത് നല്ലോണം ലൈറ്റ് വെയിറ്റ് ആണ്, ഇടാൻ നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ ഈ 3 ഷർട്ട്. എന്നിട്ട് പിന്നെ കുറേ കളേഴ്സ് ഇത് അവൈലബിൾ ആണ്. ബ്ലൂ, ബ്ലാക്ക്, പിന്നെ ഗ്രീന്, അങ്ങനെ കുറേ കളേഴ്സ് ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത്രയും ഷർട്ടാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിഡ്സിൻ്റെയും അതുപോലെ തന്നെ വിമൻസിൻ്റെയും പിന്നെ ആക്സസറീസ്, ഡ്രസ്സസ് ഒക്കെ അതിൽ ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഓഫറിലും കാര്യങ്ങളാണ് ഇപ്പം മീഷോയിൽ സെയിൽ നടക്കുന്നത്. അപ്പം എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പം അവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.